بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين. സൂറത്തു ലുഖ്മാൻ. വവസ്സൈനൽ ഇൻസാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം ആഫ്രിക്കക്കാരനാണ്, ഈജിപ്ത് ആഫ്രിക്കയിലാണല്ലോ. ലുഖ്മാൻ തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന അലക്സാൻഡ്രിയയിലാണ്, ഈജിപ്തിലാണ്. ലുഖ്മാൻ തങ്ങളും ദാനിയാൽ നബിയും അന്ത്യവിഷമം കൊള്ളുന്നത് ഒരു മഖാമിലാണ്. രണ്ടുപേരുടെയും ഖബർ തൊട്ടടുത്താണ്. ഖുർആൻ പേരെടുത്ത് സൂറ വെച്ചിട്ടുള്ള ഒരു നാമമാണ് നബിയല്ലാതിരുന്ന ലുഖ്മാൻ അലൈഹിസ്സലാം. അല്ലെ ലുഖ്മാൻ റഹ്മത്തുള്ളാഹി തആല നബിയാണോ അല്ലേ അഭിപ്രായ വ്യത്യാസം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. ഈ ആയത്തിന്റെ ഒരു മനോഹാരിത നോക്കൂ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. ഓരോ മനുഷ്യനോടും നാം അവന്റെ മാതാപിതാക്കളോട് ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾ എന്നിട്ട് പറഞ്ഞിട്ട് ഉമ്മയാണ് പിന്നെ പറയാം. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, തളർച്ചയ്ക്കുമീതെ തളർച്ചയായി ഗർഭം ചുമന്നവളാണ് നിന്റെ ഉമ്മ. വാപ്പയെ പറ്റി പറഞ്ഞില്ല. എന്തേ? ഉമ്മ ഗർഭം ധരിച്ചത്, ഗർഭത്തിരിക്കുന്ന കുട്ടി കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞുതരാം. ജീവിച്ചിരുന്ന വാപ്പയെ കാണുന്നുണ്ട്. വാപ്പയെ സ്കൂളിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്, വാപ്പയാണ് അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നത്, വാപ്പയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, വാപ്പ നോക്കുന്നതൊക്കെ മക്കൾ കാണുന്നുണ്ട്. പക്ഷേ മക്കൾ കാണാത്തൊരവസരം ഉമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴാണ്. അത് അള്ളാഹുവിന് പറഞ്ഞു തന്നു. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു പിതാവില്ലാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതകരമായി ഉണ്ടായ അള്ളാഹുവിന്റെ ഖൽഖാണ്, അള്ളാഹുവിന്റെ റസൂലാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. തൊട്ടിൽ കിടന്നപ്പോൾ സംസാരിച്ചു. സൂറത്ത് മറിയമിൽ അത് പറയുന്നുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുൻത്. ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനായിട്ടാണ് പടച്ചിട്ടുള്ളത്. ഈസ നബി എവിടെയുണ്ടോ അവിടൊക്കെ ബറക്കത്തുണ്ടാകും. എന്നിട്ട് പറഞ്ഞു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിസ്കാരവും സകാത്തും നിർവഹിക്കണമെന്ന് എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞു. വബർറം ബിവാലിദതി. എന്റെ ഉമ്മയോട് ഗുണം ചെയ്യുന്ന മോനാവണം എന്ന് അല്ലാഹു എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു. കാരണം വാപ്പയെ അവിടെ പറയാനില്ല, വാപ്പയില്ലല്ലോ. വബർറം ബിവാലിദതി. എന്റെ ഉമ്മാക്ക് നന്മ ചെയ്യുന്ന മോനാവണമെന്ന് ഈസ അലൈഹിസ്സലാമിനോട് അല്ലാഹു നിർദ്ദേശിച്ചു. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ. ഉമ്മയുടെ മേൽ അധികാരം കാണിക്കുന്ന, ഉമ്മയുടെ മേൽ മേൽക്കോയ്മ കാണിക്കുന്ന, ഉമ്മയുടെ മേൽ കായബലം പ്രതീക്ഷിക്കുന്നവനല്ല എന്ന് അല്ലാഹു എന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ ഉമ്മയോട് കരുണയുള്ള മോനായിരിക്കും. സൂറത്ത് മറിയം. ഇല്ലെങ്കിൽ എന്താ? ശഖിയ്യ, പരാജയപ്പെട്ടു പോകും. പരാജയപ്പെട്ടവനോ അഹങ്കാരിയോ അല്ലാതെ മാതാവിനോട് കരുണ ചെയ്യുന്നവനായിട്ടാണ് ഞാൻ നിയുക്തനാകുന്നത്. ഈസ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞ വാക്കുകളാണിത്. എത്ര മനോഹരമാണ്. നമുക്ക് മക്കൾ +2 ആയിക്കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും, മോന്റെ മുഖത്തേക്ക്. അപ്പൊ മക്കൾ ഉമ്മയെ താഴേക്കാ നോക്കുക. പക്ഷെ ഉമ്മ മീതയാണെന്ന് തിരിച്ചറിയണം. നീ താഴേക്കാണ് നോക്കുന്നതെങ്കിലും ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം കിടക്കുന്നത്. 10ാം ക്ലാസ്സിലോ 8ലോ 9ലോ പഠിക്കുന്ന മക്കളോട്
ഒന്ന് ഉപദേശിക്കാൻ പോലും മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്ത വിധം. അത് കഴിഞ്ഞിട്ട് പിന്നെ +2 ഒന്നും പറയണ്ട. 8ാം ക്ലാസ്സോ 9ലോ എത്തുമ്പോഴേക്കും സ്വന്തം മക്കളോട്, മോനെ നീ ഫോണിന് അഡിക്റ്റ് ആവുന്നുണ്ടോ, സ്ക്രീൻ ടൈം കൂടുന്നുണ്ടല്ലോ, അതൊന്നും എടുത്തു വെക്കണ്ടേ, നിസ്കരിക്കാൻ പോവണ്ടേ, നിസ്കരിച്ചിരുന്ന മോനല്ലേ, നിനക്ക് ഖുർആൻ ഓതണ്ടേ എന്ന് പറയാൻ പോലും മാപ്പയ്ക്കും ഉമ്മയ്ക്കും ധൈര്യമില്ലാത്ത വിധം മക്കളുടെ സ്വഭാവങ്ങളിൽ ശൗര്യവും ഈർഷ്യതയും വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ഈ പരാമർശങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കണ്ടയോ? ഇത് അല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ്. ഇത് റബ്ബിന്റെ രീതിയാണ്. ഇവിടെ ആദം അലൈഹിസ്സലാം എന്നും ഹവ്വ ബീബിയും എന്ന് പറയുന്ന ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ എല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ റബ്ബാണ് നമ്മുടെ റബ്ബ്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه